ഹായ് എവരിവൺ, മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബിസിനസ് സൈക്കിൾ എന്നുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് മാക്രോ എക്കണോമിക്സ് എന്നുള്ളതും റോൾ ഓഫ് മാക്രോ എക്കണോമിക്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാക്രോ എക്കണോമിക്സ് എന്നുള്ള ഭാഗമായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ബിസിനസ് സൈക്കിൾ? Business cycle or trade cycle refer to recurring and downs in the level of economic activity over several years. There is a regular fluctuations in economic activities in the economy as well. There are wavelength fluctuations in aggregate economic activity, particularly in national income, employment and output. Business cycle എന്ന് പറയുന്നത് ഒരു വേവ് ലൈക്കിലുള്ള അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻ്റാണ്. എന്തിൻ്റെ? എക്കണോമിക് ആക്ടിവിറ്റിയുടെ ഒരു പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻ. അപ്പ് ആൻഡ് ഡൗൺ ഉള്ള വേവ് ലൈക്ക് മൂവ്മെൻറ്റ്, ഒരു പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത്. നാഷണൽ ഇൻകത്തിൻ്റെയും എംപ്ലോയ്മെൻറ്റിൻ്റെയും അതുപോലെ തന്നെ ഔട്ട്പുട്ടിൻ്റെയും എല്ലാം അനുസരിച്ച്, അല്ലെങ്കിൽ എക്കണോമിക് ആക്ടിവിറ്റിയുടെ താഴ്ചയിലാണോ ഉയർച്ചയിലാണോ വളർച്ചയിലാണോ എന്നുള്ള ഇത് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വരയ്ക്കുന്ന ഒന്നിനെയാണ് ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇത് എന്താണ്? അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് ഇൻ അഗ്രിഗേറ്റ് മെഷർ ഓഫ് കറൻറ്റ് എക്കണോമിക് ഔട്ട്പുട്ട് ആൻഡ് ഇൻകം. നമ്മുടെ എക്കണോമിക് ആക്ടിവിറ്റിയുടെ ഒരു കറൻറ്റ് മൂവ്മെൻ്റാണ് എന്ത് ബിസിനസ് സൈക്കിൾ കാണിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ബിസിനസ് സൈക്കിൾ എന്ന് മനസ്സിലായി. ബിസിനസ് സൈക്കിൾ ഓർ ട്രേഡ് സൈക്കിൾ റെഫർ ടു റെക്കറിങ് അപ്സ് ആൻഡ് ഡൗൺസ് ഇൻ ദ ലെവൽ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി സെവറൽ ഇയേഴ്സ്. ഒരുപാട് വർഷത്തിൻ്റെ നമ്മുടെ എക്കണോമിക് ആക്ടിവിറ്റിയുടെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളുമാണ് ബിസിനസ് സൈക്കിളിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? കാണിക്കുന്നത്. നെക്സ്റ്റ് ഇസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ് സൈക്കിൾ. ബിസിനസ് സൈക്കിളിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? എ ബിസിനസ് സൈക്കിൾ ഈസ് വേവ് ലൈക്ക് മൂവ്മെൻറ്റ്. നമുക്ക് ബിസിനസ് സൈക്കിളിൻ്റെ ഒരു പിക്ചർ അടുത്ത സ്ലൈഡിലായിട്ട് നമുക്ക് കാണാം. അതായത് ഇതാണ് ബിസിനസ് സൈക്കിൾ. നമ്മൾ ബിസിനസ് സൈക്കിളിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു വേവ് ലൈക്കായിട്ടുള്ള മൂവ്മെൻ്റ് ആയിരിക്കും. ഇതിനെയാണ് ബിസിനസ് സൈക്കിൾ എന്ന് പറയുക. അപ്പോൾ നമ്മളുടെ ക്യാരക്ടറിസ്റ്റിക്സിൽ നമ്മൾ പറയുന്നത് എ ബിസിനസ് സൈക്കിൾ ഈസ് എ വേവ് ലൈക്ക് മൂവ്മെൻറ്റ്. ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ആൾട്ടറേഷൻ ആൻഡ് എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഇൻ എക്കണോമിക് ആക്ടിവിറ്റി. എക്കണോമിക് ആക്ടിവിറ്റിയുടെ എക്സ്പാൻഷനെയും കോൺട്രാക്ഷനെയും, അതായത് വളർച്ചയെയും കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ചുരുക്കം, അതായത് തളർച്ച, താഴോട്ട് വരുന്നതിനെ എല്ലാം കാണിക്കുന്നതാണ് എന്ത് ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എ ട്രേഡ് സൈക്കിൾ ആർ റിപ്പീറ്റേറ്റീവ് ആൻഡ് റിതമിക്. ട്രേഡ് സൈക്കിൾ എന്ന് പറയുന്നത് ഒരു റെപ്പിറ്റേറ്റീവ് ആയിട്ടും റിതമിക് ആയിട്ടും ഒരു മൂവ്മെൻറ്റ് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. This period is of prosperity is followed by depression and which is again by period of prosperity. അതായത് ഒരു പ്രോസ്പെരിറ്റി കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിപ്രഷനിലോട്ട് പോവുകയും ഡിപ്രഷനിൽ നിന്ന് നേരിട്ട് പ്രോസ്പെരിറ്റിയിലേക്ക് വരുന്നത്. അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഒരു റെപ്പിറ്റേറ്റീവ് ആൻഡ് റിതമിക് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ് ബിസിനസ് സൈക്കിൾ ഷോ ചെയ്യുന്നത് എന്നുള്ളതാണ്. A business cycle is an economic-wide phenomenon. To start with, it may sit in industrial sector, but once having started, it soon spread over the country. ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ എക്കണോമിക്കിൽ വൈഡ് ഫിനോമിനയാണ് എന്നുള്ളതാണ്. ബിസിനസ് സൈക്കിൾ ആർ സെൽഫ് റീഇൻഫോഴ്സിങ് ആൻഡ് ദ ബിസിനസ് സൈക്കിൾ ഡിഫർ ഇൻ ടൈം. ബിസിനസ് സൈക്കിൾ ഓരോ സമയത്തും വ്യത്യാസമായിരിക്കും എന്നുള്ളതാണ്. വൈൽ സം ലാസ്റ്റ് 2-4 ഇയേഴ്സ്, ഓരോന്നിൻ്റെയും ലാസ്റ്റ് 2 വർഷത്തെ അല്ലെങ്കിൽ ലാസ്റ്റ് 4 വർഷത്തെ, അത് കഴിഞ്ഞാൽ ലാസ്റ്റ് 8 വർഷത്തേക്ക് നമ്മൾ കാണിക്കുമ്പോഴും ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്.
In business cycle, prices and production generally rise or falls together. ബിസിനസ് സൈക്കിളിൽ പ്രൈസും പ്രൊഡക്ഷനും റൈസ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഫോൾ ചെയ്യുന്നതും ഒരേപോലെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരേ സമയത്തായിരിക്കും, ടുഗദർ ഒരുമിച്ചായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ടൈപ്സ് ഓഫ് ബിസിനസ് സൈക്കിൾ. ഏതൊക്കെയാണ് ബിസിനസ് സൈക്കിളുകൾ നോക്കാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബിസിനസ് സൈക്കിൾസ്. ഫസ്റ്റ് വൺ ഇസ് മേജർ ആൻഡ് മൈനർ ട്രേഡ് സൈക്കിൾ. എന്തൊക്കെയാണ് മേജർ ആൻഡ് മൈനർ? മേജർ ട്രേഡ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ, മേജർ ട്രേഡ് സൈക്കിൾ ആർ ദോസ് ദ പീരീഡ് ഓഫ് വിച്ച് ഈസ് വെരി ലാർജ് പീരീഡ് ഓഫ് ടൈമിൽ ഉള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മേജർ ട്രേഡ് സൈക്കിൾ എന്ന് പറയുന്നത്. മൈനർ ട്രേഡ് സൈക്കിൾ ആർ ദ സൈക്കിൾസ് വിച്ച് occur during the period of major cycle. മേജർ സൈക്കിളിൻ്റെ ഉള്ളിൽ തന്നെ, അതായത് മേജർ സൈക്കിൾ നമ്മൾ വരയ്ക്കാൻ എടുക്കുന്ന സമയത്തിനുള്ളിൽ നമ്മൾ വരയ്ക്കുന്ന, അല്ലെങ്കിൽ അതിനെയാണ് മൈനർ ട്രേഡ് സൈക്കിൾ എന്ന് പറയുന്നത്. അത് മേജർ ട്രേഡ് സൈക്കിളിൻ്റെ പീരീഡ് ഓഫ് ടൈമിൻ്റെ ഉള്ളിൽ തന്നെയാണ് മൈനർ ട്രേഡ് സൈക്കിൾ നടക്കുന്നത്. മേജർ ട്രേഡ് സൈക്കിൾ എന്ന് പറയുന്നത് 8 years ആൻഡ് ബിറ്റ്വീൻ 33 years. 80 yearsൻ്റെയും 33 yearsൻ്റെയും ഇടയിലാണ് മേജർ സൈക്കിൾ എന്ന് പറയുന്നത്. പക്ഷേ മൈനർ സൈക്കിൾ എന്ന് പറയുന്നത് ഒരു മേജർ സൈക്കിളിൻ്റെ ഉള്ളിൽ തന്നെ 3 അല്ലെങ്കിൽ 2 മൈനർ സൈക്കിളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാവുന്നുണ്ട് എന്നുള്ള. ഈ മേജർ സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 8 to 33 years ആണ്. ഈ 8 to 33 yearsനുള്ളിൽ തന്നെ മൈനർ സൈക്കിൾ 3-2 വട്ടം സംഭവിക്കുന്നുണ്ട് എന്ന്. ഇനി മൈനർ സൈക്കിളിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് 40 months ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ബിൽഡിംഗ് സൈക്കിൾസ്. ബിൽഡിംഗ് സൈക്കിൾസ് ആർ the trade cycles which are related with the construction industry. ബിൽഡിംഗ് സൈക്കിൾ എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്നതിനെയാണ് ബിൽഡിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്. പീരീഡ് ഓഫ് സച്ച് സൈക്കിൾസ് റേഞ്ച് ഫ്രം 15 to 20 years. ഇതിൻ്റെ പീരീഡ് ഓഫ് ടൈം എന്ന് പറയുന്നത്, ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 15 മുതൽ 20 വർഷം വരെയാണ് എന്നതാണ്. Next is long waves. Period of long wave is 50 years. It was discovered in 1925. One or two major trade cycles occur during the period of long wave. Long wave എന്നുള്ളത് മറ്റൊരു ബിസിനസ് സൈക്കിളാണ്. ഇതിൻ്റെ പീരീഡ്, ലോങ് വേവ് എന്ന് പറയുന്നതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് 50 years ആണ്, 50. ലോങ് വേവ് എന്ന ബിസിനസ് സൈക്കിളിൻ്റെ അല്ലെങ്കിൽ ട്രേഡ് സൈക്കിളിൻ്റെ ഇടയിൽ 1-2 മേജർ ട്രേഡ് സൈക്കിൾ നടക്കുമെന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് കുസ്നെറ്റ്സ് സൈക്കിൾ. The secular seeing 16 to 22 years duration. This has come known as Kuznets cycles. ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 16 to 22 years ഡ്യൂറേഷനാണ്. ഇതിനെയാണ്. ഇത്രയാണ് 4 തരത്തിലുള്ള ടൈപ്സ് ഓഫ് ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് എക്സാമിനൊക്കെ നമ്മൾക്ക് എന്താണ് ബിസിനസ് സൈക്കിൾ എന്നുള്ളതും അതേപോലെ തന്നെ ഫേസസ് ഓർ സ്റ്റേജസ് ഓഫ് ബിസിനസ് സൈക്കിൾ എന്നുള്ളത് കഴിഞ്ഞ 3 എക്സാമിനായിട്ട് എസ്എ ടൈപ്പിൽ നമുക്ക് സ്ഥിരമായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യനാണ്. ബിസിനസ് സൈക്കിളുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യന് എന്തായാലും മാനേജറിയൽ എക്കണോമിക്സിൽ കാണാറുണ്ട്. ഇതിൻ്റെ ഫേസസ് എന്ന് പറയുന്നത് 5 ഫേസാണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഡിപ്രഷൻ, റിക്കവറി, prosperity or full employment, boom, recession. ഇത്രയാണ് സ്റ്റേജസ് ഓഫ്
ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത്. എന്തൊക്കെ? ഡിപ്രഷൻ, റിക്കവറി, പ്രോസ്പെരിറ്റി ഓർ ഫുൾ എംപ്ലോയ്മെൻറ്റ്, ബൂം, റിസഷൻ. 5 സ്റ്റേജുകൾ. ഇനി ഓരോന്നും നമ്മൾക്ക് നോക്കാം. നമ്മളിവിടെ ബിസിനസ് സൈക്കിളിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. എക്സ്പാൻഷൻ, പീക്ക്, റിസഷൻ, ഡിപ്രഷൻ, ടഫ് എന്ന് പറഞ്ഞിട്ട് പോകുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് കയ്യിലുള്ളവർക്ക് ടെക്സ്റ്റിലും അതിൻ്റെ ബിസിനസ് സൈക്കിളിൽ ഒരു ഇമേജ്, ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതും നോക്കാം. നെക്സ്റ്റ് ഇസ് കോസസ്. നമ്മൾ ഓരോ സ്റ്റേജും ഓരോന്നും വ്യത്യസ്തമായിട്ട് നോക്കാം. എന്താണ് ഡിപ്രഷൻ? Depression is a situation of severely falling prices and lowest of economic activities. During this phase, business activities are far below the normal. Therefore, depression is characterized by bad situation, low output and low employment. ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരു സിറ്റുവേഷനിൽ ആ സിറ്റുവേഷനിൽ എക്കണോമിക് ആക്ടിവിറ്റീസിൽ ലോ ഔട്ട്പുട്ട് ആയിരിക്കും, അതേപോലെ തന്നെ അൺഎംപ്ലോയ്മെൻറ്റും കൂടുതലായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇതൊരു സിറ്റുവേഷനാണ്. ഇവിടെ പ്രൈസ് ലെവലും അതേപോലെ തന്നെ നമ്മുടെ എക്കണോമിക് ആക്ടിവിറ്റിയും ലോവസ്റ്റ് ലെവലായിരിക്കും ഡിപ്രഷനിൽ. അപ്പോൾ ഡിപ്രഷൻ സ്റ്റേജാണ് ഏറ്റവും താഴെയുള്ളത്. നമ്മുടെ എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ തളർച്ച അല്ലെങ്കിൽ വളർച്ച ഇല്ലാതിരിക്കുന്ന സ്റ്റേജ്, അത് താഴോട്ട് പോകുന്ന സ്റ്റേജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിപ്രഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ലെവൽ ഓഫ് ഡിമാൻഡും അതേപോലെ തന്നെ നമ്മുടെ സെയിൽസും എല്ലാം എന്ത് ചെയ്യും? കുറയും എന്നുള്ളതാണ് ഡിപ്രഷൻ സ്റ്റേജിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഡിപ്രഷൻ സ്റ്റേജിൻ്റെ മെയിനായിട്ടുള്ള കുറച്ച് പ്രത്യേകതകൾ നമ്മൾ റിമാർക്കബിൾ ആയിട്ടുള്ള ഫീച്ചേഴ്സായിട്ട് പറഞ്ഞാൽ, ഫസ്റ്റ് വൺ, ദ പ്രൈസ് ലെവൽ ഈസ് വെരി ലോ. പ്രൈസ് ലെവൽ എന്ന് പറയുന്നത് വെരി ലോ ആയിരിക്കുമെന്നാണ്. ദ വോളിയം ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ട്രേഡ് ഈസ് ഫോളിങ്. നമ്മുടെ പ്രൊഡക്ഷൻ്റെ ലെവലും അതേപോലെ തന്നെ കച്ചവടവും എല്ലാം എന്ത് ചെയ്യും? കുറയും. മൂന്നാമത്, അൺഎംപ്ലോയ്മെൻറ്റ് കൂടും, അതായത് തൊഴിലില്ലായ്മ കൂടും ഡിപ്രഷൻ സ്റ്റേജിൽ. ദ ഫേംസ് ആർ ഇൻക്വറിങ് ലോസസ്. ഫേംസ് ലോസസിനെ ഫേസ് ചെയ്യും എന്നുള്ളതാണ് ഡിപ്രഷൻ സ്റ്റേജിലുള്ള മെയിനായിട്ടുള്ള ഫീച്ചേഴ്സ്, റിമാർക്കബിൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് പറഞ്ഞത്? പ്രൈസ് ലെവൽ കുറയും, അൺഎംപ്ലോയ്മെൻറ്റ് തൊഴിലില്ലായ്മ കൂടും, അതേപോലെ തന്നെ പ്രൊഡക്ഷനും ട്രേഡും കച്ചവടവും നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്ഷനും കുറയും. അതുപോലെ തന്നെ ഫോംസിന് ലോസ് ഉണ്ടായിരിക്കും. ഇൻട്രസ്റ്റ്, വേജസ്, റെൻ്റ് ആർ ഫാളിങ്. നമ്മളെ നികുതി അതേപോലെ തന്നെ വേജസ് കൊടുക്കാനില്ലാതെ അവസ്ഥ വരും. അതുപോലെ തന്നെ റെൻ്റ് കൊടുക്കാനില്ലാത്ത അവസ്ഥ വരും. നമ്മളുടെ ഇൻട്രസ്റ്റ് കൊടുക്കാനില്ലാത്ത അവസ്ഥ വരും. ഇതെല്ലാമാണ് ഡിപ്രഷൻ സ്റ്റേജിൽ എക്കണോമിക് കണ്ടീഷനിൽ വരുന്ന മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് റിക്കവറി ഓർ റിവൈവൽ. ഡിപ്രഷൻ cannot last long forever. It gives place to revival or recovery. After the lowest point of depression is reached, the economic situation begin to improve. There is revival of business and economic activity. ഡിപ്രഷൻ എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ അവസാനമല്ല. ആഫ്റ്റർ ദ ലാസ്റ്റ് പോയിന്റ് ഓഫ് ഡിപ്രഷൻ്റെ ലാസ്റ്റ് പോയിന്റിൽ എത്തിയതിന് ശേഷം ബിസിനസ് എന്ത് ചെയ്യും? റിക്കവർ ചെയ്യും. നമ്മുടെ ലോവസ്റ്റ് പോയിന്റിൽ നിന്ന് വളർച്ചയ്ക്ക് ഒരു തുടക്കമാണ്. ആ സ്റ്റേജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിവൈവൽ എന്ന് പറയുന്നത്. ചെറുതായിട്ട് നമ്മൾക്ക് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗുഡ്സ് ലീഡ്സ് ടു ഇൻക്രീസ്. ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്തുകൊണ്ടൊക്കെ ഫർദർ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് അത് ഹെൽപ്പ് ചെയ്യുമെന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് പ്രോസ്പെരിറ്റി ഓർ ഫുൾ എംപ്ലോയ്മെൻറ്റ്. Optimism and increased economic activities lead to prosperity. During this stage, the economy is fully recovered and reaches an optimum level. Now there is
all-round stability of output, wages, price, etc. All the factors of production are fully employed. Prosperity is characterized by capital investment. ഫുൾ എംപ്ലോയ്മെൻറ്റ് ഓർ പ്രോസ്പെരിറ്റി ഫേസിൽ നമ്മുടെ എക്കണോമിക് ആക്ടിവിറ്റി ഒരു ഓപ്റ്റിമം പോയിന്റിലേക്ക് എത്തും എന്നുള്ളതാണ്. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ അൺഎംപ്ലോയ്മെൻറ്റ് കുറയും, നേരത്തെ പറഞ്ഞ അൺഎംപ്ലോയ്മെൻറ്റ് കൂടും എന്നുള്ളതാണ്. ഇവിടെ അൺഎംപ്ലോയ്മെൻറ്റ് കുറയും, അതായത് കൂടുതൽ പേർക്ക് തൊഴിലുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾക്ക് കൂടുതലായിട്ട് പ്രൈസ് കിട്ടിക്കൊണ്ടിരിക്കും, നമ്മുടെ പ്രോഫിറ്റ് ലെവല് വർദ്ധിക്കും, വേജും ഔട്ട്പുട്ടും എല്ലാം വർദ്ധിക്കും, ഡിമാൻഡ് കൂടും. നമ്മൾ ഫുള്ളി ഒരു ഒപ്റ്റിമം പോയിന്റിൽ കമ്പനിക്ക് നല്ല രീതിയിൽ ലാഭം കിട്ടുന്ന ഒരു പോയിന്റിൽ, അല്ലെങ്കിൽ എക്കണോമിക് ആക്ടിവിറ്റിയെ സംബന്ധിച്ചിടത്തോളം, ഒരു കമ്പനിയുടെ ആക്ടിവിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർ കമ്പനിക്ക് ഏറ്റവും കൂടുതൽ ലാഭം. എക്കണോമിക് ആക്ടിവിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവിടെ തൊഴിൽ കൂടുകയും അതുപോലെ തന്നെ ഫുള്ളി എംപ്ലോയിഡ് ആവുകയും ഔട്ട്പുട്ട്, വേജ്, പ്രൈസ് ഇതെല്ലാം ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്റ്റെബിലിറ്റി ആയിട്ടുള്ള എക്കണോമിക് കണ്ടീഷനിൽ ഈ സ്റ്റേജിൽ നമ്മൾ എത്തും. ഏത് സ്റ്റേജിൽ? ഫുൾ എംപ്ലോയ്മെൻറ്റ് ഓർ പ്രോസ്പെരിറ്റി ഫേസിലെത്തും. നെക്സ്റ്റ് ഈസ് ബൂമർ. ബൂം ഓർ ഓവർ ഫുൾ എംപ്ലോയ്മെൻറ്റ്. ബൂം ഈസ് ദ പീക്ക് പോയിന്റ് ഓഫ് ബിസിനസ് സൈക്കിൾ. ബൂം എന്ന് പറയുന്നതാണ് ഏറ്റവും പീക്കായിട്ടുള്ള പോയിന്റ്. അപ്പോൾ നമ്മളിവിടെ ഞാനിവിടെ എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുള്ളതിൽ പീക്ക് പോയിന്റ് എന്നുണ്ടായിരിക്കും. അതാണ് ബൂം ഓർ ഫുൾ എംപ്ലോയ്മെൻറ്റ്. എവിടെയാണ് എക്കണോമിക് ആക്ടിവിറ്റി ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കുന്നതും ഒപ്റ്റിമം സ്റ്റിമുലേറ്റ് ആയിട്ട് ഒരു ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വേണ്ടത്, അതേപോലെ തന്നെ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്നതും നമ്മളെ പ്രൈസും വേജും എല്ലാം കൂടുന്നതും എല്ലാം ബൂമിലായിരിക്കും എന്നുള്ള. നമ്പർ ഓഫ് ജോബ്സ് എക്സീഡ് ദ നമ്പർ ഓഫ് വർക്കേഴ്സ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. നമ്പർ ഓഫ് ജോബ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വർക്കേഴ്സിനെക്കാട്ടിയും കൂടുതലായിരിക്കും എന്നുള്ളതാണ്. അതായത് തൊഴിലില്ലായ്മ എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല. ദിസ് സിറ്റുവേഷൻ ഈസ് കോൾഡ് ഓവർഫുൾ എംപ്ലോയ്മെൻറ്റ്. ഓക്കെ. Next is recession. Where boom ends, recession start. ബൂം എൻഡ് ചെയ്യുന്ന അതേ പോയിന്റിൽ റെസിഷൻ എന്ത് ചെയ്യും? സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ്. അതായത് പീക്ക് പോയിന്റിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അത് റിസഷൻസിനുള്ള ഒരു തുടക്കമായിരിക്കും എന്നുള്ളതാണ് റെസിഷൻ. The over optimism of boom gives way to over pessimism. നമ്മൾക്കറിയാം, നമ്മൾ ഓവറായിട്ട് ബൂമിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഓവറായിട്ട് നമ്മളുടെ ചിന്താഗതി, നമ്മളിൽ ഉണ്ടാകുന്ന ഒരു ലേസിനെസ് അത് റെസിസ്റ്റൻസിലോട്ട് കൊണ്ടുവരും. അപ്പോൾ ബൂം ടു ഡിപ്രഷൻ എന്ന സ്റ്റേജിലേക്കുള്ള വരവായിരിക്കും. ഇറ്റ് ഈസ് ജനറലി ഫോർ ഷോർട്ട് പീരീഡ്. റെസിഷൻ എന്ന് പറയുന്നത് കൂടുതലായിട്ടും ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ മാത്രമായിരിക്കും ഉണ്ടായിരുന്നു. റിസഷൻ ഈസ് എ പീരീഡ് ഓഫ് ഡിക്ലൈനിങ് എക്കണോമിക് ആക്ടിവിറ്റി. എക്കണോമിക് ആക്ടിവിറ്റിയുടെ ഒരു ഡിക്ലൈൻ സംഭവിക്കുക എന്നുള്ളതാണ് റെസിഷൻ എന്ന പീരീഡിൽ കൂടുതലായിട്ടും സംഭവിക്കുന്നത്. ഇത്രയാണ് 5 സ്റ്റേജസ് ഓഫ് എന്തെന്ന് പറയുന്നത് ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഈസ് നമ്മൾക്ക് ഇന്നത്തെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കോസസ് ഓഫ് ബിസിനസ് സൈക്കിൾ. ബിസിനസ് സൈക്കിളിലുള്ള കോസസ് എന്തൊക്കെയാണെന്നാണ്. 2 kinds of elements or forces bring about business. They are internal and external. The internal and external level of activities വെച്ചിട്ടാണ് നമ്മൾ ബിസിനസ് സൈക്കിൾ. ഇനി ഇമ്പോർട്ടൻറ്റ് കോസസ് ഗിവൺ ടു ബർത്ത് ടു ബിസിനസ് സൈക്കിൾ മേ ബി സമ്മറൈസ്ഡ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോസസ്: എക്സ്പാൻഷൻ ഓഫ് ലോൺസ് ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ലോൺസ് ബൈ ബാങ്ക്സ്. എ ചേഞ്ച് ഇൻ ദ ബാങ്ക് credit may invite business cycle. When banks expand credit, it may lead to prosperity phase. On the other hand, when banks contract credit, it may lead to depression sooner or later. ബാങ്കിൻ്റെ ആക്ടിവിറ്റീസിലുണ്ടാവുന്ന മാറ്റത്തെക്കുറിച്ചാണ്. എക്സ്പാൻഷൻ ഓഫ് ലോൺസ് ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ലോൺസ് ബൈ ബാങ്ക്സ്.
ലോണ് നമ്മൾക്ക് കൂടുതലായിട്ട് തരുന്നതും അതല്ലെങ്കിൽ ലോണ് കുറയ്ക്കുന്നതും ഈ നൽകാതിരിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. ബാങ്ക് കൂടുതലായിട്ട് നമ്മൾക്ക് ലോണ് തരുന്നത് നമ്മുടെ ബിസിനസ് സൈക്കിൾ അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത് പ്രോസ്പെരിറ്റി ഫേസിലാണെങ്കിലാണ് കൂടുതലായിട്ട് നമ്മൾക്ക് ലോണുകളും കാര്യങ്ങളും കിട്ടുന്നത്. വെൻ ദ എക്കണോമിക് ആക്ടിവിറ്റി ഈസ് ഡിപ്രഷൻ സ്റ്റേജ്, ബാങ്കുകൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് തരുന്ന അല്ലെങ്കിൽ ലോൺ ആക്ടിവിറ്റീസ് നമ്മൾക്ക് എന്ത് ചെയ്യും, കുറയ്ക്കുമെന്നുള്ള. നെക്സ്റ്റ് ഈസ് മോണിറ്ററി ഡിസെക്വിലിബ്രിയം. According to Professor Hayek, over issue of bank credit at artificially low rates of interest is responsible for the occurrence of business cycle. ബാങ്കിൻ്റെ ഓവർ ഇഷ്യൂ, ക്രെഡിറ്റ് ലോ റേറ്റ് ഇൻട്രസ്റ്റിലുള്ള ഓവറായിട്ടുള്ള ഇഷ്യൂസിന് ബിസിനസ് സൈക്കിളിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എക്കണോമിക് ആക്ടിവിറ്റീസിനെ ബാധിക്കുന്നുണ്ട്. Change in the volume of investment or decrease in the marginal efficiency of capital. നമ്മളെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വോളിയത്തിലുണ്ടാകുന്ന മാറ്റം അല്ലെങ്കിൽ മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റലിലുണ്ടാകുന്ന കുറവ് എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസ് സൈക്കിളിനെ, ബിസിനസ് ആക്ടിവിറ്റീസിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അണ്ടർ കൺസംപ്ഷൻ ഓഫ് എക്സസീവ് സേവിങ്. ഓവർ സേവിങ് ഓർ അണ്ടർ കൺസംപ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസ് സൈക്കിളിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ലാക്ക് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് ബിറ്റ്വീൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ഗിവിങ് ദ ബർത്ത് ടു ബിസിനസ് സൈക്കിൾ. ബിസിനസ് സൈക്കിളിന് നമ്മളുടെ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് ആൻഡ് അല്ലെങ്കിൽ നമ്മളുടെ സർവീസിൻ്റെ ഡിമാൻഡും സപ്ലൈയും എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസ് സൈക്കിളിനെ അല്ലെങ്കിൽ എക്കണോമിക് ആക്ടിവിറ്റീസിനെ ബാധിക്കുന്നുണ്ട്. അതിൻ്റെ ബേർത്തിന് അല്ലെങ്കിൽ അത് ഡ്രോ ചെയ്യുന്നതിന് നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നുള്ളത്. നെക്സ്റ്റ് ഈസ് ഫീലിംഗ് ഓഫ് എൻ്റർപ്രണേഴ്സ്, ഇന്നൊവേഷൻസ്, സീസണൽ ഫ്ലക്ച്വേഷൻസ്. സീസണൽ ഫ്ലക്ച്വേഷൻ ഇന്നൊവേഷൻ എന്ന് പറഞ്ഞാൽ പുതിയ കണ്ടുപിടുത്തങ്ങൾ. സീസണൽ ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ പ്രോഡക്റ്റിൻ്റെയും അതുപോലെ തന്നെ ബിസിനസ് സൈക്കിള് ബാധിക്കുന്നുണ്ട് എന്നുള്ള. സീസണലായിട്ടുള്ള പ്രോഡക്റ്റുകൾ അതിൻ്റെ ഡിമാൻഡും എല്ലാം നമ്മുടെ ബിസിനസ് സൈക്കിളിന് ബാധിക്കുന്നുണ്ട്. ഇത്രയാണ് കോസസ് ഓഫ് ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾക്ക് പഠിക്കാനുള്ളത്. താങ്ക് യു.